നമ്മുടെ മുമ്പിൽ ഒരു തൂവെള്ള കുപ്പായൊക്കെ ഇട്ട് കുറച്ച് ചുള്ളന്മാർ വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചത് മണവാളനാണ്. എന്ത് സുന്ദരനാ നോക്കാം, മുഖത്ത് എന്തൊരു ചൈതന്യം അല്ലേ. അതെ അതെ തീർച്ചയായിട്ടും. എന്ത് ചൈതന്യത്തോട് എന്ത് ചിരിയല്ലേ, സ്വീറ്റ് ആണ് അല്ലേ. അത് മാത്രമല്ല, ഇത് കോസ്റ്റ്യൂം കണ്ടാൽ തന്നെ നമുക്കറിയാം വട്ടപ്പാട്ടാണ്. അവർ ഏത് ജില്ലയിൽ നിന്ന് വരികയാണെന്ന് വെച്ചാൽ എറണാകുളത്ത്. അവരുടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ മണവാളനെ. എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്. മണവാളന്റെ പേരെന്താ? എന്റെ പേര് ലിയോൺ. ലിയോ. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഞങ്ങൾ എറണാകുളം SNHS പറവൂർ. ശരി, എന്തായാലും അവരുടെ പെർഫോമൻസിലേക്ക് നമുക്ക് കടക്കാം. കാരണം അവർ ഒരുപാട് നിർത്തുന്നത് ശരിയല്ല. കാരണം എല്ലാവരും പെർഫോം ചെയ്ത് ക്ഷീണിച്ചു വരികയാണ്. എന്തായാലും നമുക്ക് അവരുടെ പെർഫോമൻസ് കണ്ടതിന് ശേഷം തിരികെ കല്യാണം കൂട്ടിടാനായി മുർസലീങ്ങൾ എത്തിരാ. ചിത്തിരത്തിൻ മുത്തിനൊത്ത സത്യകഥകളും ഒത്തിതാ. ആശകൾ പൂത്തുതളിർത്ത് മുഹബത്താലേ അപ്പവും മുട്ടട പാലട നീയട മുട്ടട നീട്ടട അരിയത്തിയട അടകളും വടകളും പറഞ്ഞ തീരാ. ചേലതേറിയ താനമായി ചിന്തിട മുന്തിട ചെല്ലമായി. മംഗലസഭയിലെ വെറ്റിലയായി മണവൂറും ചുവപ്പിക്കും വെറ്റിലയായി. ശരി, എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു വിനീഷ്. നമുക്കറിയാം എറണാകുളത്ത് നിന്നാണ് വന്നത്. പക്ഷെ നമ്മൾ ആ പെർഫോമൻസ് കാണുമ്പോൾ നമുക്കറിയായിരുന്നു ആ മണവാളന്റെ നാണം ആദ്യം മുതലേ ഞാൻ നോട്ട് ചെയ്യുന്നതാണ്. എന്തൊരു നാണം കണ്ടപ്പോ അതെ. പക്ഷെ എന്തായാലും മണവാളനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ഗംഭീരമായിട്ടുണ്ട് മക്കളെ. കാരണം നിങ്ങൾ എങ്ങനെയാ ഈ ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്തത്? സ്കൂളിൽ നിന്നാണോ അല്ലെങ്കിൽ പ്രത്യേക ക്ലാസ് ഉണ്ടായിരുന്നു? എന്തായിരുന്നു? സ്കൂളിന്റെ ക്ലാസ്സിനിടെ പ്രാക്ടീസ് ചെയ്തു. പഠനത്തിന്റെ ഇടയിൽ അങ്ങനെ തകർത്ത് പാടിയും പഠിച്ചു അല്ലേ? അതെ, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഗുരുവായിട്ട് 2-3 പേരുണ്ട്. മെയിനായിട്ട് ആഷിക, ഫയാസ്ക, മമ്മൂക്ക, അങ്ങനെ. പിന്നെ ഈശ്വര, മമ്മൂക്കയൊക്കെ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് വന്നേക്കുന്നത്. എന്തായിരുന്നാലും മമ്മൂക്കയുടെ ശിഷ്യന്മാരാണിത്. നമ്മുടെ മമ്മൂട്ടിയുടെ അല്ല, പക്ഷെ വേറെ മമ്മൂക്കയുടെ.